ഇനി പോകുന്നത് മറ്റൊരു വിഷയത്തിലേക്കാണ്. പൂരം കലക്കൽ വിഷയത്തിൽ ADGPയുടെ റിപ്പോർട്ട് തള്ളി സർക്കാർ വീണ്ടും അന്വേഷണത്തിന്. DGP ഉന്നയിച്ച കാര്യങ്ങൾ അന്വേഷണം വേണമെന്ന് ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശയുണ്ട്. ADGPക്കെതിരെയും അന്വേഷണം ഉണ്ടാകും. ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിലാകും അന്വേഷണം വരികയെന്നാണ് സൂചന. BV അരുൺ ചേരുന്നു വിശദാംശങ്ങളുമായി. അരുൺ, ഈ പൂരം കലക്കൽ വിഷയവുമായി ബന്ധപ്പെട്ട് ADGPയുടെ റിപ്പോർട്ട് വലിയ വിവാദമൊക്കെ ആയതാണ്. ഇപ്പോൾ ഈ ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ മാത്രമാണോ വീണ്ടും ഇതൊരു അന്വേഷണത്തിന് നീങ്ങാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത്, അതോ ഈ പ്രതിപക്ഷത്തിന്റെയും CPIയുടെയും ഒക്കെ സമ്മർദ്ദം ഇതിന് പിന്നിലുണ്ടോ? അരുൺ, ഏറ്റവും 5 മാസം മുമ്പാണ് തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം നടത്താൻ ADGP ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തോട് നിർദ്ദേശിക്കുന്ന സംസ്ഥാന പോലീസ് മേധാവിയാണ് അദ്ദേഹത്തിന് ആ ഉത്തരവ് കൈമാറുന്നത്. അത് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല. എന്തുകൊണ്ട് റിപ്പോർട്ട് വൈകുന്നു? അനിശ്ചിതമായ റിപ്പോർട്ട് വൈകുന്നത് ആരെ സംരക്ഷിക്കാനാണ്? ഇത് വലിയ വിവാദമായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ വളർന്നു. അതിനിടയിൽ MR അജിത് കുമാർ RSSന്റെ രണ്ട് നേതാക്കളെ കണ്ടു എന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുറത്തുവിട്ടു. അപ്പോഴും പൂരം കലക്കലുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും ആരോപണം നീങ്ങിയത്. പൂരം കലക്കൽ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു. പൂരം കലക്കിയത് BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നതിന് വേണ്ടിയായിരുന്നു, അതിൻ്റെ പശ്ചാത്തലമൊരുക്കുകയായിരുന്നു എന്ന വിമർശനം രാഷ്ട്രീയമായി ഉയർന്നു വന്നു. CPI വലിയ വൈകാരിക വിഷയമായി ഇത് ഏറ്റെടുത്തു. അവരുടെ സ്ഥാനാർത്ഥി, അവർക്ക് സംസ്ഥാനത്ത് ഏറ്റവും വലിയ ജയപ്രതീക്ഷ ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ അവരുടെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ വരുമ്പോഴാണ് ഈ വിഷയം വീണ്ടും ചർച്ചയാകുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിലിടപെടുന്നു. എന്തുകൊണ്ട് റിപ്പോർട്ട് ഇതുവരെ നൽകിയില്ല, എന്തുകൊണ്ട് വൈകുന്നുവെന്ന് MR അജിത് കുമാറിനോട്, പോലീസ് മേധാവിയോട് ഈ അജിത് കുമാറിനോടും മുഖ്യമന്ത്രി ഓഫീസ് ചോദിക്കുന്നു. 24-ാം തീയതിക്കുള്ളിൽ സമർപ്പിക്കാൻ നിർദ്ദേശം, അന്ത്യശാസ്ത്രം രൂപത്തിലുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നൽകുകയും ചെയ്യുന്നു. അതിനിടയിലാണ് 2 ദിവസം മുമ്പ് ഈ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് MR അജിത് കുമാർ സമർപ്പിച്ചത്. അതായത് ഈ ആരോപണം ഉയരുമ്പോൾ അന്ന് MR അജിത് കുമാറിനെതിരെ ആയിരുന്നില്ല ആരോപണം. പോലീസ് പൂരം കലക്കി രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന ആരോപണങ്ങൾ മാത്രമായിരുന്നു ആ ഘട്ടത്തിൽ. പക്ഷേ പിന്നീട് MR അജിത് കുമാറാണ് ഈ പൂരം കലക്കലിന് പിന്നിൽ നിന്ന ആരോപണം ശക്തമായി വന്നു. പക്ഷേ അജിത് കുമാർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പൂർണ്ണമായും സ്വയം വെള്ളപൂശിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയും അല്ലെങ്കിൽ വീഴ്ചയുണ്ടെന്ന ആരോപണം പോലും അദ്ദേഹം കണ്ടിരുന്ന് അടിച്ചുകൊണ്ട് റിപ്പോർട്ടാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ നൽകിയത്. ആ റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ സംസ്ഥാന പോലീസ് മേധാവി അതിൽ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചു. ഏറ്റവും പ്രധാനം, ആ റിപ്പോർട്ട് അപൂർണമാണ്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി വിമർശനങ്ങൾ, ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. അത് പല കാര്യങ്ങളും ആ റിപ്പോർട്ട് പരാമർശിക്കുന്നില്ല. ADGP RSS കൂടിക്കാഴ്ചയിലെ പ്രധാനപ്പെട്ട ഒരു ആരോപണ വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അജിത് കുമാർ കണ്ടെന്ന് പോലും വയ്ക്കാത്ത ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. ചുരുക്കി പറഞ്ഞാൽ പൂർണ്ണമായും അജിത് കുമാറിനെ വെള്ളപൂശുന്ന ഒരു റിപ്പോർട്ടാണ് അദ്ദേഹം നൽകിയത്. മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ, BJPക്കെതിരെയൊക്കെ ആരോപണമുണ്ട്. തീർച്ചയായും അതുതന്നെയാണ്, അദ്ദേഹത്തെ വെള്ളപൂശുന്ന ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഇത് വലിയ രാഷ്ട്രീയ വിവാദമൊക്കെ ആയിട്ടുണ്ടല്ലോ അരുൺ. അതിനിടെ ഈ പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്, ഇതിലൊരു ജുഡീഷ്യൽ അന്വേഷണം വേണം. ഈ പൂരം കലക്കൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ADGPയുടെ വഴിവിട്ട ഇടപെടലുകളിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. നേരത്തെ, അതായത് ADGP MR അജിത് കുമാറിനെതിരെ തുടക്കത്തിൽ ആരോപണം ഉന്നയിച്ചപ്പോൾ അന്ന് PV അൻവർ MLA ആവശ്യപ്പെട്ടതും ഇതേ കാര്യം തന്നെയായിരുന്നു, റിട്ടയർഡ് ജഡ്ജി ഈ വിഷയങ്ങളൊക്കെ അന്വേഷിക്കണമെന്ന്. പക്ഷേ അതിനുശേഷം നമ്മൾ കണ്ടതാണ് ഈ അന്വേഷണത്തിലെ അട്ടിമറികളൊക്കെ. അതായത് ADGPയെ, അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് പോലും മാറ്റിയില്ല, എന്നാൽ സർവീസിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നുണ്ട്. ഈ അത്തരമൊരു നീക്കം, ഈ പ്രതിപക്ഷം ഇത്തരം ഒരു ശക്തമായ ഒരു ആവശ്യവുമായി രംഗത്ത് വരുന്നുണ്ടല്ലോ. CPIക്ക് ഇതുപോലെ ഈ സമാനമായ ഒരു ആവശ്യമുണ്ടോ? ഇത് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നൊരു ആവശ്യം CPI ഉയർത്തുന്നുണ്ടോ അരുൺ? ഏറ്റവും പ്രധാനം ഇതിൽ ഈ മുഖ്യമന്ത്രിക്ക് ലഭിച്ച റിപ്പോർട്ട് മുഖ്യമന്ത്രി ആഭ്യന്തര സെക്രട്ടറി കൈമാറുന്നു. ആഭ്യന്തര സെക്രട്ടറി അതിൽ അന്വേഷണം വേണം, ADGPക്കെതിരെ അടക്കം അന്വേഷണം വേണം, ഗൂഢാലോചന അന്വേഷണം എന്ന ശുപാർശ മുഖ്യമന്ത്രിക്ക് നൽകുന്നു. ഇനി അതിൽ സ്വാഭാവികമായ അന്വേഷണം ഉണ്ടാകും. ക്രൈംബ്രാഞ്ച് ADGP ആകും ഒരുപക്ഷെ ഈ കേസ് അന്വേഷിക്കുക, അജിത് കുമാറിന്റെ ഇടപെടലൊക്കെ അന്വേഷിക്കും. പക്ഷേ പ്രതിപക്ഷം അത് ഒരു മുഖവിലേക്ക് എടുക്കുന്നില്ല അത്തരമൊരു നീക്കം. കാരണം സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ വീണ്ടും ഇത് അട്ടിമറിക്കപ്പെടുമെന്ന ഒരു വിമർശനമാണ്
നിലപാടാണ് പ്രതിപക്ഷത്തിനുള്ളത്. അതുകൊണ്ടാണ് അവർ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്നത്. നേരത്തെ കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ ആ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. പി.വി. അൻവർ നേരത്തെ സമാനമായ ആവശ്യം ഉന്നയിച്ചതാണ്. വിശ്വസ്തമായൊരു അന്വേഷണം, പുറത്തുള്ള ഏജൻസി അന്വേഷണമാണ് പൊതുവിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത്. CPI ഇതുവരെയും അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വച്ചിട്ടില്ല. CPI ഉന്നതതല അന്വേഷണം, സ്വാഭാവികമായും ആ ഉന്നതതല അന്വേഷണം ADGP റിപ്പോർട്ടുമേൽ അന്വേഷിക്കേണ്ടത് സംസ്ഥാന പോലീസ് മേധാവിയോ അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ആളോ, അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ അന്വേഷണമാകും. അത്തരം അന്വേഷണമാകും വരിക. ജുഡീഷ്യൽ അന്വേഷണം എന്ന ആവശ്യം CPI മുന്നോട്ട് വയ്ക്കുന്നില്ല. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം MR അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് സർക്കാർ തള്ളുകയാണ്. ആഭ്യന്തര സെക്രട്ടറി തന്നെ തള്ളുകയാണ്. മുഖ്യമന്ത്രിയും കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രി കെ രാജന് വിഷയം ഉന്നയിച്ചപ്പോൾ ഇപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ നടക്കുകയാണ്. ആഭ്യന്തര സെക്രട്ടറി പരിശോധിക്കുകയാണ്. അതിനുശേഷം അന്വേഷണം വേണമെങ്കിൽ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അക്കാര്യം അപ്ഡേറ്റ് ചെയ്യാം, അതിൻ്റെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് മുഖ്യമന്ത്രി ഒടുവിൽ പറഞ്ഞത്. ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിയും അന്വേഷണം വേണമെന്ന നിലപാടിൽ MR അജിത് കുമാറിൻ്റെ ഇടപെടലടക്കം അന്വേഷിക്കണം. നിരവധി സംശയങ്ങൾ അന്ന് DGP ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതായത് പൂരം നടത്തിപ്പിന് കൃത്യമായ ഒരു പ്രോട്ടോക്കോളുണ്ട്, സുരക്ഷാ പ്രോട്ടോക്കോളുണ്ട്. അത് വർഷങ്ങളായി നടന്നു വരുന്ന രീതിയാണ്. അത് മറികടന്നുകൊണ്ട് പുതിയ ഒരു സുരക്ഷാ ക്രമീകരണം അവിടെ ADGP അവിടെ ക്യാമ്പ് ചെയ്ത് ഏർപ്പെടുത്തി. മാത്രവുമല്ല, അത് പിന്നീട് അന്വേഷിക്കപ്പെടുന്ന ഒരിടത്തും അത്തരം വിവരങ്ങൾ അദ്ദേഹം ഉൾപ്പെടുത്തിയില്ല. ADGP അവിടെ അദ്ദേഹം മൂകാംബികയ്ക്ക് പോകുന്ന വഴിക്ക് അവിടെ ഇറങ്ങിയെന്ന് മാത്രമാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്ത് ഈ സുരക്ഷാ ക്രമീകരണം വിലയിരുത്തി. ഈ പൂരവുമായി ബന്ധപ്പെട്ട സംഘർഷം ഉണ്ടാകുമ്പോൾ അദ്ദേഹം രാത്രി അവിടെ എത്തി. അത്തരം കാര്യങ്ങളൊക്കെ റിപ്പോർട്ടിൽ അദ്ദേഹം ഒളിച്ചു വച്ചിട്ടുണ്ട്. ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് ADGPയുടെ കൃത്യമായ ഇടപെടലിൽ സംബന്ധിച്ച്. അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം മറച്ചുവെച്ചു. ആ കാര്യങ്ങളിലേക്ക് കൂടി പുതിയ അന്വേഷണം പോകും. ഏതായാലും ജുഡീഷ്യൽ അന്വേഷണം എന്ന ഇപ്പോഴത്തെ ആവശ്യവുമായി സർക്കാർ സഹകരിക്കാനിടയില്ല. കാരണം സർക്കാർ ഒരു അന്വേഷണം വൈകാതെ പ്രഖ്യാപിക്കും. അത് ഉന്നതതല അന്വേഷണം തന്നെയാണ്. തീർച്ചയായും അരുൺ, അതിന് മുൻപ് ഇന്ന് PV അൻവർ MLA വൈകിട്ട് 4 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അല്പസമയം മുമ്പ്, അതായത് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് അൻവർ ഫേസ്ബുക്കിലോട്ടൊരു പോസ്റ്റ് ഏറെ ശ്രദ്ധേയമാണ്. വിശ്വാസങ്ങൾക്കും വിധേയത്വത്തിനും താൽക്കാലികതയ്ക്കും അപ്പുറം ഓരോ മനുഷ്യനിലുമുള്ള ഒന്നാണ് ആത്മാഭിമാനം. അത് ഇത്തിരി കൂടുതലുണ്ട്. നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്നാണല്ലോ. ഇന്ന് വൈകിട്ട് 4:30 മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്നാണ് PV അൻവർ പറയുന്നത്. അതായത് പാർട്ടി തള്ളിപ്പറഞ്ഞു, പാർട്ടിയിൽ നിന്നും സർക്കാരിൽ നിന്നും നീതി ലഭിച്ചില്ല എന്നൊരു ധ്വനി കൂടി അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടല്ലോ. 4:30 എന്തു പ്രതീക്ഷിക്കണം? തീർച്ചയായിട്ടും ആളിക്കത്തുന്ന ആരോപണങ്ങൾ തന്നെയാണ് PV അൻവർ സർക്കാരിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെതിരെ ഉന്നയിച്ചത്. അദ്ദേഹം ഓരോ ദിവസവും പുതിയ ആരോപണങ്ങളുമായി അങ്ങനെ കത്തി നിൽക്കുമ്പോൾ പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വരുന്നു. ആ വാർത്താ സമ്മേളനങ്ങളിൽ PV അൻവറിന് സ്വർണ്ണക്കടത്തുകാരുടെയും മലപ്പുറത്തെ ഹവാല ഇടപാടുകാരുടെയും ഏജന്റെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വിമർശനം മുഖ്യമന്ത്രി ഉന്നയിക്കുന്നു. അതോടുകൂടി തീ പതിയെ പുകയായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. പുകഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അൻവർ മാറുന്നു. പക്ഷേ അൻവർ ഇന്ന് പറയുന്നു, നീതി ലഭിക്കാത്തതിനാൽ താൻ തീയാകാൻ പോവുകയാണ്. എത്രത്തോളം ആ തീ ആളിക്കത്തും, അങ്ങനെയെങ്കിൽ എങ്ങനെയാകും അൻവർ ആളിക്കത്താൻ പോകുന്നത്? സ്വാഭാവികമായും മുഖ്യമന്ത്രിയാണ് ആദ്യം അൻവറിനെ തള്ളിപ്പറഞ്ഞത്, അൻവറിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്ത്, അൻവറിന്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്ത്. അതിന് മറുപടി അദ്ദേഹം പറയുമോ? പാർട്ടി മിണ്ടരുതെന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കാൻ അദ്ദേഹം പാർട്ടി അംഗമല്ല. ഇടതുമുന്നണിയുടെ CPMന്റെ നിയമസഭാ കക്ഷിയിൽ ഒരു അംഗം മാത്രമാണ്. ഇടത് സ്വതന്ത്രനാണ്. അദ്ദേഹത്തിന് അങ്ങനെ പാർട്ടി തിട്ടൂരം അനുസരിക്കേണ്ട ബാധ്യതയുള്ളയാളല്ല. പക്ഷേ അദ്ദേഹം താൻ കമ്മ്യൂണിസ്റ്റാണ്, CPM ആണെന്ന് എപ്പോഴും പറഞ്ഞു നടക്കുന്നയാളാണ്. അങ്ങനെ പാർട്ടി പറഞ്ഞിട്ടും ആ ഒരു നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് അൻവർ പൊട്ടിത്തെറിക്കുമോ, തുറന്നു പറയുമോ, പുറത്തേക്കുള്ള വഴി തേടുമോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, PV അൻവറിന്റെ പശ്ചാത്തലം ഇടതു പശ്ചാത്തലമല്ല. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുമ്പോഴും കമ്മ്യൂണിസ്റ്റ് രീതിയല്ല അവലംബിച്ചത്. അദ്ദേഹത്തിന് കോൺഗ്രസ് പശ്ചാത്തലമാണുള്ളത്. അദ്ദേഹത്തിന്റെ വഴി കോൺഗ്രസിന്റെ വഴിയാണ്. ആ വഴിയിലേക്ക് അൻവർ മടങ്ങിപ്പോകുമോ എന്ന് നമ്മൾ മുഖ്യമന്ത്രി ചോദിക്കുമ്പോൾ അത് ഞാൻ പറയുന്നില്ല, അത് നിങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറി. ഇനി വന്ന വഴിയിലേക്ക് PV അൻവർ തിരിച്ചു പോകുമോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാതിലുകൾ അദ്ദേഹത്തിന് തുറന്നിട്ടുണ്ടാകുമോ എന്ന കാര്യമൊക്കെ അറിയണം. 4:30 അൻവറിന്റെ വാർത്താ സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇടതു മുന്നണിക്ക് അങ്ങനെ ഒരു MLA ഇല്ലാതാവുകയാണോ, അദ്ദേഹം രാജിവെച്ചാൽ സ്വാഭാവികമായും ഉപതെരഞ്ഞെടുപ്പ് അവിടെ ഉണ്ടാകും. അത്തരം വഴിയാണോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇന്ന് UDFന്റെ അടിയന്തര നേതൃയോഗം ഓൺലൈനായി രാത്രി 8 മണിക്ക് ചേരുന്നുണ്ട്. സമീപകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് PV അൻവർ ഉയർത്തിവിട്ട ആരോപണം, PV അൻവറിന്റെ നിലപാട്, PV അൻവർ CPM ബന്ധം ഉപേക്ഷിക്കും, ഇടതുമുന്നണിയുടെ ബന്ധം ഉപേക്ഷിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ആ സാഹചര്യത്തിൽ കൂടി ഇന്നത്തെ അൻവറിന്റെ പ്രസ്താവന വാർത്താ സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ്. UDF ഇന്നൊരു യോഗം വിളിച്ചത് കൂടി ഇതുമായി ഒരുപക്ഷെ ചേർത്ത് വായിച്ചു പോകേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ സമാനതകളില്ലാത്ത രാഷ്ട്രീയ
മണിക്കൂറുകൾക്കാണ്, രാഷ്ട്രീയ സംഭവവികാസങ്ങളുടെ മണിക്കൂറുകളാണ് വരാൻ പോകുന്നത്. 4:30 മണി വളരെ പ്രധാനപ്പെട്ടതാണ്. PV അൻവർ എന്തു പറയും? തീയായി ആളിക്കത്തുമോ? അല്ലെങ്കിൽ നേരത്തെ പോലെ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും നിർദ്ദേശം, CPM സംസ്ഥാന സെക്രട്ടറി നിർദ്ദേശം മാനിച്ച് അദ്ദേഹം മര്യാദാരാമനായി പാർട്ടി പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കുമോ എന്ന കാര്യമൊക്കെ വരും മണിക്കൂറുകൾ അറിയാം. 4:30ക്കാണ് അദ്ദേഹത്തിന്റെ വാർത്ത. അതുതന്നെയാണ് VV അരുൺ സൂചിപ്പിക്കുന്ന പോലെ ഇന്ന് വൈകിട്ട് 4 മണിക്ക് PV അൻവർ കത്തിക്കുന്ന തീ അത് ആളിക്കത്തുമോ അതോ കത്തി എരിയുമോ? 4 മണിക്ക് കാണാം. അതോടൊപ്പം ശിരൂരിൽ നിന്നുള്ള കണ്ണീർ കാഴ്ചകളുമുണ്ട്. അതിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.